പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അവർ ഇപ്പോഴും ആ ഒരു ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് മരവിപ്പിച്ച് തുടരേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ എന്തായാലും അതുല്യ രാമചന്ദ്രനിലേക്ക് പോകുന്നു. അതുല്യ, എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈയിലെ മലമുകളിലാണ് ഉള്ളത്. ഇന്നലെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല. ഇന്നലത്തെ കാര്യങ്ങൾ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇന്നലത്തെ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഇന്നലെ ഈ ഒരു ചളിയും അതുപോലെ തന്നെ ഉറച്ചു കിടക്കാത്തൊരു മണ്ണും മലവെള്ളപ്പാച്ചിലും ഉള്ളതുകൊണ്ട് തന്നെ ബെയിലി പാലം നിർമ്മിച്ചെങ്കിലും ഈ പാലം കടന്ന് മലയുടെ മുകളിലേക്ക് കയറി, മുണ്ടക്കൈയുടെ മലമുകളിലേക്ക് കയറിക്കൊണ്ടൊരു 2 കിലോമീറ്റർ, ഏതാണ്ട് ഒരു 1.5 മുതൽ 2 കിലോമീറ്റർ വരെ മുകളിലേക്കായുള്ളൊരു ഭാഗത്ത് എത്തി രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമായിരുന്നില്ല. അവിടെയെല്ലാം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ ഇന്ന് ഈ ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷം ഈ മുണ്ടക്കയുടെ മലമുകളിലേക്ക് കയറുകയാണ്. അവിടെ 30ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. നേരത്തെ ഈ ചളി ഉറച്ച ശേഷം മാത്രമാണ് അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ സൈനികർ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാവുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ ചളി ഉള്ളത് കൊണ്ട് തന്നെ മുട്ടറ്റം കാല് വയ്ക്കുമ്പോൾ മുങ്ങിപ്പോകുന്ന രീതിയിൽ ചളി ഉള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും റിട്രീവ് ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ മൃതദേഹങ്ങൾ, പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നതും എല്ലാം വളരെയധികം ദുഷ്കരമായിരുന്നു. നിലവിൽ അവർ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് മരത്തടികൾ പൊളിച്ച് പാളികളാക്കിക്കൊണ്ട് ഈ ചളിയിൽ വിരിച്ചിട്ട് അതിലൂടെ നടക്കുക എന്നൊരു രീതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുകളിലുള്ള വീടുകളിൽ, മലമുകളിലുള്ള വീടുകളിൽ ഭൂരിഭാഗവും മണ്ണിൽ പുതഞ്ഞ നിലയിലാണ്. പൂർണ്ണമായും വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ തന്നെ പൂർണ്ണമായി ആ വീടുകൾ ഇരുന്നു പോയ നിലയിൽ മണ്ണിൽ പുതഞ്ഞുകൊണ്ടാണ് പല വീടുകളുടെയും മേൽക്കൂരകൾ മാത്രമാണ് മണ്ണിന് വെളിയിൽ പുറത്തേക്ക് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് മേൽക്കൂര പൊളിച്ചുകൊണ്ട് വെന്റിലേഷന് വേണ്ടി ച്ചിട്ടുള്ള ഭാഗങ്ങളിലൂടെയെല്ലാം അകത്തേക്ക് പരിശോധിക്കുക എന്നത് മാത്രമാണ്. നിലവിൽ സൈനികർ അത് തന്നെയാണ് ചെയ്യുന്നതും. കമ്പിപ്പാറയും അതുപോലെ തന്നെ ലോക്ക് പ്രിക്ക് പോലുള്ള കമ്പിപ്പാരയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ജനൽ ഇളക്കിയും ഓടുകൾ ഇളക്കിയും മേൽക്കൂരയിൽ നിന്ന് കമ്പികൾ മുറിച്ചു മാറ്റിയുമെല്ലാം അകത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നിലവിൽ ഈ മലമുകളിൽ നിന്ന് മാത്രം വിവിധ വീടുകളിൽ നിന്നായി 8-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ 2 പേർ ഇരുന്ന് പോയ അതേ നിലയിൽ മണ്ണിൽ പുതഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീടിൻ്റെ ഒരു നില മുഴുവനും, താഴത്തുള്ള നില മുഴുവനായും മണ്ണിൽ പുതഞ്ഞ നിലയിലാണ്. അവിടെ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് 2 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ മണ്ണ് വന്ന് മൂടുന്നതിന്, ഇവരറിയുന്നതിന് മുൻപ് തന്നെ ആ ഒരു മരണം സംഭവിച്ചിരിക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് മുൻപേ മണ്ണ് അവരെ മൂടിക്കളഞ്ഞിരിക്കാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ നിന്ന് ഇത്തരത്തിൽ മണ്ണിൽ പുതഞ്ഞ നിലയിൽ ഒരു വീട്ടിൽ നിന്ന് 2 മൃതദേഹങ്ങളും മറ്റൊരു വീട്ടിൽ 4 മൃതദേഹങ്ങളും അതിനപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്ന് 2 മൃതദേഹങ്ങൾ എന്നിങ്ങനെ 8 മൃതദേഹങ്ങൾ ആ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 8 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ 155 മരണം എന്ന കണക്കിൽ പെടാത്തതാണ്. കാരണം ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവ ഔദ്യോഗികമായി ഈ കണക്കിൽ പെടുത്തുകയുള്ളൂ. ഈ 8 മൃതദേഹങ്ങൾക്ക് പുറമെ ഇനിയും മുകളിലേക്ക് പോകുമ്പോൾ പല വീടുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ആ ഒരു കാഴ്ചയെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ വിവരിക്കുക എന്നത് പോലും സത്യം പറഞ്ഞാൽ പ്രയാസകരമാണ്. കാരണം ഈ രക്ഷാപ്രവർത്തകർ അതിലെ നടന്നു പോകുമ്പോൾ അവർ മൃതദേഹങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ ദുർഗന്ധം വമിക്കുന്നതിലൂടെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു ദുരന്തം എത്രത്തോളം വിഷമകരമാണ് എന്നത് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ആളുകളെ കണ്ടെത്തുന്നതിനായി സൈന്യത്തിൻ്റെ 3 കടാവർ ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള 3 ആർമിയിലെ കടാവർ നായകൾ എത്തിയിട്ടുണ്ട്. അവയും ഇത്തരത്തിൽ മണം പിടിച്ചുകൊണ്ട്
മണ്ണിനടിയിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കും. പക്ഷേ മണ്ണിനടിയിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. ഈ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതിന് പ്രഥമ പരിഗണന കൊടുക്കാനുള്ള കാരണം ആർക്കെങ്കിലും ജീവനോടെ ഇരിക്കാൻ ഒരു തരിയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് എവിടെയെങ്കിലും ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ കുടുങ്ങിപ്പോയവർ മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യം കെട്ടിടങ്ങളുടെ ഉൾവശം പരിശോധിക്കാനും. തീർച്ചയായും തുടർന്നും ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ എങ്ങനെയാണ് താങ്കൾ ക്യാമ്പ് സന്ദർശിച്ചു, ഇന്ന് രാവിലെയോടുകൂടി തന്നെ ക്യാമ്പ് സന്ദർശിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് അവിടുത്തെ ഇപ്പോൾ നിലവിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്? കേരളം കണ്ടിട്ടുള്ള ഈ മഹാദുരന്തത്തെ നേരിടാൻ സമാനതകളില്ലാത്ത ഏകോപന സുരക്ഷാ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ സുരക്ഷാ സേനകളുടെയും സഹായം ഉറപ്പുവരുത്തിക്കൊണ്ട് സംഘടിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്ന് രാവിലെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ കുറെ കൂടി മെച്ചപ്പെട്ട സുരക്ഷാ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 68 അംഗങ്ങളുടെ നേവൽ സംഘം വീണ്ടും എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സഹായം കൂടുതൽ ഉറപ്പുവരുത്തി ഈ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. പരിക്ക് പറ്റിയവരെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ജീവൻ പൊലിഞ്ഞുപോയ ആളുകളെ കണ്ടെത്തി അവരെ ഔദ്യോഗികമായ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനകം 60ഓളം മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും നല്ല പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ നല്ല സഹകരണവുമുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്ന് തന്നെ നമുക്കും വ്യക്തമാണ്. ഇന്നത്തോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അങ്ങനെ ഒരു ചിന്തയില്ല, അവസാനിപ്പിക്കാന്നൊരു ചിന്തയില്ല. ഞാൻ ചോദിച്ചത് കാരണം ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കണക്കുള്ള ആൾക്കാരെ മൊത്തം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് കൂടെ വ്യക്തമാക്കുന്നു. അവസാനത്തെ ആളെയും കണ്ടെത്തുന്നതുവരെ ശ്രമങ്ങൾ തുടരുക എന്നതാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. തീർച്ചയായും മിനിസ്റ്റർ, നമ്മളും കേരളക്കരെ ഒട്ടാകെ നമ്മളും അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒപ്പമുണ്ട്. അവസാനത്തെ മനുഷ്യജീവൻ വരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുവരെ പ്രവർത്തനം തുടരണം. എന്തായാലും തുടരും. എന്തായാലും കേരളം ഒട്ടാകെ ഒരുമിച്ചുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട്. പല വിവിധ ജില്ലകളിൽ നിന്നും സഹായവും ലഭിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. എന്തായാലും നമ്മൾ അതുല്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുല്യ, എങ്ങനെയാണ് ഇപ്പോൾ മിനിസ്റ്റർ AK ശശീന്ദ്രൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ്, അതേപോലെ തന്നെ അവസാനത്തെ മനുഷ്യജീവൻ കണ്ടെത്തുന്നവരെയും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ അവസാനിച്ചേക്കാം. കാരണം ഇന്ന് തന്നെ അവസാനത്തെ മനുഷ്യജീവനെയും കണ്ടെത്താൻ സാധിച്ചേക്കാം എന്നുള്ള തരത്തിലും എല്ലാം നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ചില തടസ്സങ്ങളുണ്ട്. എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. എന്നാലും ഇനിയിപ്പോൾ നേരിടുന്ന തടസ്സങ്ങൾ എന്താണ് നിലവിൽ? കാളിദാസ്, ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്നോ നാളെയോ കൊണ്ട് ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപകട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ എത്ര ആളുകൾ കാണാതായിട്ടുണ്ട്, എത്ര ആളുകളെയാണ് ഇനി കണ്ടെടുക്കാനുള്ളത് എന്ന് കൃത്യമായൊരു കണക്ക് ലഭിക്കാത്തതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ മനുഷ്യജീവനെ കണ്ടെടുക്കുമ്പോൾ പോലും അത് അവസാനത്തേതാണോ എന്നൊരു സംശയം ബാക്കിയാക്കുന്ന രീതിയിലാണ് മുണ്ടക്കൈയിലെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനു മുൻപ് പെട്ടിമുടിയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും എല്ലാം നടന്ന ദുരന്തങ്ങളിൽ കണ്ടെടുക്കാത്ത മൃതദേഹങ്ങളുടെ എണ്ണം, മരണക്കണക്കിൽ പേരുള്ളവരും എന്നാൽ ശരീരഭാഗങ്ങൾ മൃതദേഹം ലഭിക്കാത്തവരുടെയും എണ്ണം നമുക്ക് മുന്നിലൊരു തെളിവായി ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രസക്തിയില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബെയിലി പാലം നിർമ്മിക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത
വേഗത കൂടുക. നിലവിലുള്ള ബെയിലി പാലം എന്ന് പറയുന്നത് 2 മരത്തടികൾക്കിടയിൽ മെറ്റൽ റോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക പാലം മാത്രമാണ്. ഈ ഒരു പാലത്തിലൂടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല അതിൽ അപകട സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബെയിലി പാലം ബലപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ബലമുള്ള അല്ലെങ്കിൽ കൂടുതൽ വിസ്താരമുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത്. ഈ പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളും ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്കും ആ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് റോഡ് മാർഗം 11 മണിയോടുകൂടി വയനാട്ടിലേക്കും എത്തിക്കും എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു 18ഓളം ലോറികൾ അല്ലെങ്കിൽ 18ഓളം ട്രക്കുകൾ കണ്ണൂർ എയർപോർട്ടിൽ ഇതിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ കണ്ണൂർ എയർപോർട്ടിൽ വിമാനം എത്തുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറികളിൽ ആ സാമഗ്രികൾ ആക്കുകയും റോഡ് മാർഗം ഇവിടെ എത്തിച്ച് പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയെങ്കിലും പാലത്തിൻ്റെ പണി പകുതിയെങ്കിലും അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായെങ്കിലും പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിയൂ. മാത്രമല്ല നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായ ഈ മണിക്കൂറുകളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയേ തീരൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാടും കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള വടക്കൻ ജില്ലകളിലെല്ലാം റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ തന്നെ കനത്ത മഴയുടെ ഒരു സംശയം എപ്പോഴും അല്ലെങ്കിൽ ആ ഒരു കനത്ത മഴയുടെ നിഴലിൽ തന്നെയാണ് ഈ ജില്ല ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാകുന്ന മണിക്കൂറുകളെ നമുക്ക് വേണ്ട രീതിയിൽ ഏറ്റവും കഴിയാവുന്ന അത്രയും രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വരെ കാത്തിരിക്കുന്നത് പ്രായോഗികം മാത്രമല്ല അനുചിതവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം എത്രയും വേഗം ഊർജിതമാക്കാൻ തന്നെയാണ് ശ്രമം നടക്കുക. ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഈ മരങ്ങൾക്കിടയിലൂടെ ഈ ചളിയിലൂടെ വേണം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കാൻ. ഏതാണ്ട് 1.5 കിലോമീറ്ററിലധികം ഇത്തരത്തിൽ ചളിയിൽ പുതങ്ങി വേണം ഈ മൃതദേഹങ്ങൾ താഴേക്ക് എത്തിക്കാൻ എന്നതും ഒരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇവയുടെ വിവരശേഖരണം കൂടി പൂർത്തിയായ ശേഷം മരണത്തിൻ്റെ കണക്കിൽ മരണസംഖ്യയിൽ ഉൾപ്പെടുത്താനാവുകയുള്ളൂ. നിലവിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന പ്രധാനപ്പെട്ട 2 പോരായ്മകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. രാവിലെ 6 മണിയോടുകൂടി ഈ ആദ്യ സംഘം ഈ മല കയറിയതാണ്. ഇതിൽ സന്നദ്ധ പ്രവർത്തകരും സൈനികരും NDRF-ഉം അടങ്ങുന്ന ആദ്യ സംഘം 6 മണിക്ക് അവിടേക്ക് കയറിയതാണ്. 2 മണിക്കൂർ മുൻപ് 8 മണിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും കുടിവെള്ളം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ മറ്റൊരു സംഘം പുറപ്പെട്ടിരുന്നുവെങ്കിലും ഇവർക്ക് ആവശ്യമായ കുടിവെള്ളം പോലുള്ള സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജലവിഭവ വകുപ്പ് ഇടപെട്ടുകൊണ്ട് 1000 ലിറ്റർ വെള്ളം എത്തിക്കാൻ ഹില്ലി അക്വ കമ്പനിയെ ഇപ്പോൾ നമ്മളോടൊപ്പം ചൂരൽമലയിൽ നിന്നും